8-ാം ദിവസം പുലർന്നു. തൻ്റെ ഓമനപുത്രിയുടെ അന്ത്യദിവസമാണെന്നറിഞ്ഞപ്പോൾ രാജാവിൻ്റെ ഹൃദയം തകർന്നു. കല്യാണ വസ്ത്രങ്ങൾ അണിയുവാൻ രാജാവ് സോഫിയ രാജകുമാരിയോട് ആവശ്യപ്പെട്ടു. വിവാഹമണ്ഡപത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു കന്യകയെപ്പോലെ സോഫിയ രാജകുമാരി അണിഞ്ഞൊരുങ്ങി. വില കൂടിയ പട്ടുവസ്ത്രങ്ങളും ഉടയാടകളും അണിഞ്ഞു നിൽക്കുന്ന കന്യകയെ നോക്കി കൊട്ടാരത്തിലുള്ളവർ പൊട്ടിക്കരഞ്ഞു. അവസാനം മരണത്തെ വരിക്കാൻ വേണ്ടി ആ രാജകന്യക ഏകയായി പുറപ്പെട്ടു. തടാക തീരത്തെത്തിയപ്പോൾ അവളുടെ ഹൃദയത്തിൽ ദുഃഖത്തിൻ്റെ കടലിരമ്പി. തൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം വെടിഞ്ഞ് ദുഷ്ടസർപ്പത്തിൻ്റെ വരവും കാത്തു നിൽക്കുന്ന ആ സാധുകന്യകയുടെ ഹൃദയവ്യാപാരം വാക്കുകളിൽ ഒതുക്കാനാവുകയില്ല. ഒരു കുളിർക്കാറ്റ് അവളുടെ ഓമനമുഖത്തെ ഉമ്മ വച്ചു. എന്നെ ആശ്വസിപ്പിക്കാനെത്തിയ ദൈവദൂതനാണ് കുളിർക്കാറ്റ്, അവൾ സ്വയം സമാധാനിച്ചു. അപ്പോൾ വിദൂരതയിൽ നിന്ന് ഒരു കുളമ്പടി ശബ്ദം കേൾക്കായി. അവൾ കാതോർത്തു നിന്നു. കുളമ്പടി ശബ്ദം അടുത്തടുത്ത് വരുന്നു. അവസാനം കുതിരയെയും അതിൻ്റെ മുകളിലിരിക്കുന്ന സുന്ദരനായ ഒരു റോമൻ പടയാളിയെയും കാണായി. ഭയസംഗ്രഹങ്ങളോടെ അവൾ ആ കുതിരയെയും പടയാളിയെയും നോക്കി. ഒരു അസാധാരണ കുതിരയായിരുന്നു അത്. പച്ച നിറമുള്ള കുതിര. ഇതിനു മുമ്പ് ഒരിക്കലും അവൾ കണ്ടിരുന്നില്ല. പക്ഷേ ആ കുതിര മനോഹരമായ പച്ച നിറത്തോടു കൂടിയതായിരുന്നു. 20 വയസ്സിനും താഴെ മാത്രം പ്രായമുള്ള ഒരു യുവഭടൻ കുതിരപ്പുറത്ത് മന്ദസ്മിതം പൊഴിച്ചുകൊണ്ടിരുന്നു. മാർബിൾ പ്രതിമ പോലെ നിശ്ചലമായി നിൽക്കുന്ന രാജകന്യകയുടെ മുമ്പിലേക്ക് ആ ഭടൻ ചാടിയിറങ്ങി. നീളമുള്ള ഒരു കുന്തം അയാൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. പടച്ചട്ടയണിഞ്ഞ ആ യുവകോമളൻ ദേവന്മാരിൽ ആരെങ്കിലും ആയിരിക്കുമോ എന്നവൾ സംശയിച്ചു. സുന്ദരിയായ കന്യകേ, ഭവതിയെ കണ്ടിട്ട് ഒരു രാജകുമാരിയാണെന്ന് തോന്നുന്നുവല്ലോ. എന്തുകൊണ്ടാണ് ഭവതി ഏകയായി ഇങ്ങനെ നിൽക്കുന്നത്? ദയയും സ്നേഹവും തുളുമ്പുന്ന സ്വരത്തിൽ ആ പടയാളി ചോദിച്ചപ്പോൾ രാജകുമാരിക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. ഭവതിയുടെ ദുഃഖകാരണം എന്തുതന്നെയായാലും എന്നോട് തുറന്നു പറയുക, ഗീവർഗീസ് എന്ന ആ പടയാളി ആവശ്യപ്പെട്ടു. അങ്ങ് ചിന്തിക്കുന്നത് പോലെ ഞാനൊരു രാജകുമാരി തന്നെയാണ്. പക്ഷേ എന്നോട് സംസാരിച്ചു കൊണ്ട് നിന്നാൽ അങ്ങയുടെ ജീവൻ പോലും അപകടത്തിലാകും. രാജകുമാരി പറഞ്ഞു. ഞാനൊരു റോമൻ പടയാളിയാണ്. മരണത്തിന് മുമ്പിൽ ഒരു പടയാളി ഒരിക്കലും പതറുകയില്ല. എന്താപത്ത് വന്നാലും ഭവതിക്ക് വേണ്ടി അതിനെ നേരിടാൻ ഞാൻ സന്നദ്ധനാണ്. എല്ലാ വിവരങ്ങളും തുറന്നു പറയൂ. പടയാളിയുടെ വാക്കുകൾ രാജകുമാരിക്ക് ധൈര്യം പകർന്നു. തന്നെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അവൾ തുറന്നു പറഞ്ഞു. രാജകുമാരിയുടെ ദുഃഖകഥ കേട്ടപ്പോൾ ദയാലുവായ ഗീവർഗീസിൻ്റെ കണ്ണുകളും നനഞ്ഞു. അദ്ദേഹം അവളെ ആശ്വാസവചനങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ തടാകത്തിൻ്റെ മേൽപ്പരപ്പിൽ തിരകൾ ഇളകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സർപ്പത്തിൻ്റെ വരവായിരുന്നു അത്. വായ് പിളർന്നുകൊണ്ട് തീനാവുള്ള ആ സർപ്പം അവരുടെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വന്നു. സർപ്പത്തിൻ്റെ തല തകർക്കുക ആരോ തൻ്റെ ഉള്ളിലിരുന്ന് ശബ്ദിക്കുന്നു പോലെ ഗീവർഗീസിന് തോന്നി. അദ്ദേഹം തൻ്റെ കുന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർപ്പത്തെ നേരിടാൻ തയ്യാറെടുത്തു. അപ്പോൾ ഗീവർഗീസിൻ്റെ നേരെ ക്രൂദ്ധനായ ആ സർപ്പം തീനാവുകൾ നീട്ടി. അദ്ദേഹം ഒഴിഞ്ഞുമാറി. ഗീവർഗീസ് കുരിശു വരച്ച ശേഷം ഉയർന്ന സ്വരത്തിൽ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിന്റെ തല ഞാൻ തകർക്കും. അതിനുശേഷം കുതിരയുടെ മേൽ ചാടിക്കയറിയിരുന്നു കൊണ്ട് സർപ്പത്തിൻ്റെ നേരെ കുന്തം ചാണ്ടി. ആ ഡ്രാഗൺ അലറിക്കൊണ്ട് നിലത്ത് കിടന്ന് പിടഞ്ഞു. പേർഷ്യൂസ് എന്ന ഒരു ഗ്രീക്ക് പുരാണ കഥാപുരുഷൻ ഒഴിച്ച് ഡ്രാഗണെ അതിനു മുമ്പ് ആരെങ്കിലും നേരിട്ടിട്ടുള്ളതായി സോഫിയ രാജകുമാരി കേട്ടിരുന്നില്ല. ഇപ്പോൾ ഗ്രീക്ക് പുരാണ കഥാപാത്രമായ പേർഷ്യൂസിനെ പോലും പരാജയപ്പെടുത്തുന്ന ഒരു യുദ്ധവീരൻ ഇതാ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. രാജകുമാരി ആനന്ദവിവശയായി. രാജകുമാരിയുടെ അരക്കെട്ട് ഗീവർഗീസ് ചോദിച്ചു വാങ്ങി. പാമ്പിൻ്റെ കഴുത്തിൽ ബന്ധിച്ചു. ഒരറ്റം രാജകുമാരിയുടെ കയ്യിൽ കൊടുത്തു. ചരടിൽ പിടിച്ചുകൊണ്ട് അവർ പട്ടണത്തിലേക്ക് നടന്നു. യജമാന ഭക്തിയുള്ള ഒരു നായയെപ്പോലെ ഡ്രാഗൺ ഗീവർഗീസ് സഹതായി അനുഗമിച്ചു. പട്ടണത്തിലെത്തിയ ശേഷമാണ് ഡ്രാഗണെ കൊന്നത്. പട്ടണവാസികൾ ഈ അത്ഭുത വാർത്ത കേട്ട് ആനന്ദ നൃത്തം ചെയ്തു. കേട്ടവർ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി.
ലിബിയൻ രാജാവ് ഗീവർഗീസിനെ വാരിപ്പുണർന്നു. താൻ ഒരു ക്രിസ്ത്യാനിയാണെന്നും തൻ്റെ നാഥനായ ക്രിസ്തു മൂലമാണ് ഡ്രാഗണെ തോൽപ്പിക്കുവാൻ തനിക്ക് കഴിഞ്ഞതെന്നും ഗീവർഗീസ് പറഞ്ഞു. രാജാവും പ്രജകളും ക്രിസ്തുവിൽ വിശ്വസിച്ച് അവർ ഒന്നടങ്കം മാമോദീസ മുങ്ങി. വിശുദ്ധ മറിയാമിൻ്റെ നാമത്തിലും ഡ്രാഗണിൽ നിന്നും തങ്ങളെ രക്ഷിച്ച ഗീവർഗീസിൻ്റെ നാമത്തിലും 2 വലിയ പള്ളികൾ മഹാരാജാവ് പണി കഴിപ്പിച്ചു. രോഗശാന്തിയുടെ ഉറവ എന്ന് പിൽക്കാലത്തിൽ അറിയപ്പെട്ട ഒരു ഉറവ അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ആ ഉറവയിലെ ജലം മൂലം അനേകം രോഗികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുകയുണ്ടായി. രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും കാഴ്ചവെച്ചു. സാധുക്കളിലും അഗതികളിലും അളവറ്റ കനിവുണ്ടായിരുന്ന സഹദ ആ ധനം മുഴുവൻ ദാനം ചെയ്തു. മഹത്തായ 4 ഉപദേശങ്ങൾ രാജാവിന് നൽകിയ ശേഷമാണ് ഗീവർഗീസ് സഹദ യാത്ര പറഞ്ഞത്. സഭയിലെ വൈദികർക്ക് അർഹമായ ബഹുമാനം നൽകണം. ദേവാലയങ്ങളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. സാധുക്കളോടും അഗതികളോടും കാരുണ്യപൂർവ്വം പെരുമാറണം. ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും മുടക്കം വരുത്തരുത്. ഈ 4 ഉപദേശങ്ങളാണ് ഗീവർഗീസ് സഹദ ലിബിയൻ രാജാവിന് നൽകിയത്. ലിബിയയുടെ രക്ഷിതാവായ ആ പുണ്യപുരുഷൻ്റെ ഉപദേശം ശിരസാ വഹിക്കുമെന്ന് രാജാവ് പ്രതിജ്ഞ ചെയ്തു.